മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF കളക്ടറേറ്റ് വളഞ്ഞ സമരം. ET മുഹമ്മദ് ബഷീർ MP സമരം ഉദ്ഘാടനം ചെയ്തു. സമരക്കാർ ജീവനക്കാരെ തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. രാവിലെ 7 മുതൽ ജീവനക്കാരെ കടത്തിവിടാതെ കളക്ടറേറ്റിന്റെ ഇരു ഗേറ്റുകളിലും സംഘടിച്ചു നിന്നാണ് UDF പ്രവർത്തകർ സമരം ആരംഭിച്ചത്. കൽപ്പറ്റ MLA T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച രാപ്പകൽ ഉപവാസം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കളക്ടറേറ്റ് വളയൽ. തികഞ്ഞ മനുഷ്യത്വരഹിത സമീപനമാണ് ഇരകളോട് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് T സിദ്ദിഖ് MLA ആരോപിച്ചു. ജൂലൈ 30 ദുരന്തമുണ്ടായി. ഒരു മാസത്തിനകം എല്ലാ സ്പോൺസേഴ്സും വന്നു. ഞങ്ങൾ വീടുണ്ടാക്കാം. അന്ന് സർക്കാർ നിങ്ങൾ വീടുണ്ടാക്കിക്കുകയോ ഞങ്ങൾ അതിന്റെ സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തബാധിതർക്കുള്ള മുഴുവൻ വീടും പൂർത്തിയാവുമായിരുന്നു. 7ാമത്തെ മാസമാകുമ്പോൾ സർക്കാരിന് ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ല. ആദ്യ മണിക്കൂറുകളിൽ സമാധാനപരമായി തുടർന്ന സമരം ജീവനക്കാരിൽ ചിലർ അകത്തു കടന്നതോടെ സംഘർഷത്തിലേക്ക് നീങ്ങി. നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നത് പോലീസ് സപ്പോർട്ടിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഒരു കാരണവശാലും ഒരാളെ പോലെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ET മുഹമ്മദ് ബഷീർ MPയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ 11:15 സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാപ്പകൽ കളക്ടറേറ്റ് വളയൽ സമരങ്ങളോടെ UDFന്റെ പ്രത്യക്ഷ സമരം ആരംഭിച്ചുവെന്നും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.